എല്ലാവർക്കും സ്വാഗതം. പൊതുവെ ബാച്ചിലേഴ്സിനും പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് പ്രോൺസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്, തുടക്കക്കാർക്കും ഒക്കെ ചെയ്യാൻ പറ്റണ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഒരു പ്രോൺസ് പെപ്പർ ഫ്രൈ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി പ്രിപ്പറേഷൻ. നമ്മുടെ പ്രോൺസ് കൊണ്ടിരിക്കുന്നത് നമ്മുടെ മത്സ്യ ഫിഷറീസിൽ നിന്നാണ്. 1 kg പ്രോൺസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ ഈ ഡിഷ്. മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരും. അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നുമില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ ലൈക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മടിയാണ് കേട്ടോ. കുറേ പേര് വന്ന് കാണുന്നുണ്ട്, നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ലൈക്ക് ഇടാൻ മറന്നുപോണ്ട്. അപ്പം ലൈക്കും ഒരു ക്രൈറ്റീരിയ ആണ് നമ്മുടെ ഒരു വീഡിയോ കയറാൻ കേട്ടോ. അപ്പോൾ ലൈക്കൊക്കെ എല്ലാവരും തന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോൺസ് പെപ്പർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രോൺസ് നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് നന്നായി വെള്ളം വാറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1 kg പ്രോൺസ് ക്ലീൻ ചെയ്തതാണ് ഇത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, 2 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്, 4 വറ്റൽമുളകും 4 പച്ചമുളകും ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവം ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ വേണം, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ വേണം. പിന്നെ പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് നമ്മൾ പെപ്പർ പൗഡർ, നല്ല ബ്ലാക്ക് പെപ്പർ പൗഡർ 2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗരം മസാലപ്പൊടി 1.5 ടീസ്പൂണും, ക്യാപ്സിക്കം ഒരു ചെറിയ ക്യാപ്സിക്കം മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പ്രോൺസിലേക്ക് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് സോൾട്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഒരു 2 ടീസ്പൂണോളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പകുതി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് അധിക നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇപ്പം തന്നെ ഇത് എണ്ണ ഒഴിച്ചിട്ട് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോൺസ് പെപ്പർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പ്രോൺസ് പതുക്കെ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് മറച്ചിട്ടിട്ട് കോരി എടുക്കുന്നുണ്ട്. അതായത് ഏകദേശം 1 മിനിറ്റ് മാത്രമേ ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ എല്ലാ പ്രോൺസും ഈ ഒരൊറ്റ മിനിറ്റ് മാത്രം
ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോൺസ് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്കി ഈ പ്രോൺസ് വറുത്ത് കോരിയ എണ്ണയിലേക്ക് സവാള, പച്ചമുളക്, ഈ വറ്റൻമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റോളം വഴറ്റിയാൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ബാക്കിയുള്ളത് 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ സവാള ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, 1 മിനിറ്റ് തന്നെ വഴറ്റിയെടുത്താൽ മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടും 1 മിനിറ്റ് നമ്മൾ വഴറ്റാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മതി. ഇനി നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇപ്പൊ ഒരു 2 മിനിറ്റ് നമ്മൾ ക്യാപ്സിക്കം ഇട്ടിട്ട് വഴറ്റി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 2 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാൻ പോവാം കേട്ടോ. അപ്പൊ ആകെ ഒരു 2 മിനിറ്റും നേരം മാത്രമേ ഇങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ചെമ്മീൻ. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 2 തണ്ട് കറിവേപ്പില ഒന്ന് തിരുമ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിന് കൂടെ നമ്മുടെ പെപ്പർ പൗഡർ 2 ടീസ്പൂൺ. ഇനി സ്പെഷ്യലായിട്ട് ഞാൻ നേരത്തെ പറയാത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യാണ്. ഇത് വേണ്ടവരെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് ഞാൻ ആഡ് ചെയ്യും. നന്നായി ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കാം. നന്നായി ടോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ പ്രോൺസ് കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.
ബൈ.